നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. കുളിക്കുന്നിടത്ത് തെന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മോഹൻലാൽ ഒരു ഗംഭീര നടനാണ്, നല്ല നടനാണ്. സിനിമക്കാരൻ വന്നേക്കോ ഒളു ക്യാമറയും കൊണ്ട് ഇവന്മാരെല്ലാം ഒളിച്ചു നോക്കുവോ ഇപ്പൊ വന്നിരുന്നോ? ഞാൻ പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേലും ഒരു റാപ്പർ, അവന്റെ പേരെന്താ ഡബ്സി, ഒരു റാപ്പർ. മറ്റേ അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ലെങ്കിലും പിന്നെ ഇവന്റെ റാപ്പിനകത്തുള്ള ഒരു പ്രത്യേകത, ഇവൻ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അതിനകത്തുള്ള വ്യത്യാസം മാത്രം. കറുപ്പിനഴക് വെളുപ്പിനഴക് കോൺഗ്രസ് മറ്റേ 64 വയസ്സിൽ അവിടെ ചെയ്തു. ഇപ്പോൾ മിഷൻ ഇമ്പോസിബിളിന്റെ ഡെഡ് റെക്കനിങ്ങിൽ ഫ്ലൈറ്റിന് മുകളിൽ ചാടി പോണതൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ ഒരാൾ ചെയ്തിരുന്നു പറഞ്ഞു, ജയൻ ചെയ്തിരുന്നു, അങ്ങനെയല്ല വേണ്ടത്. അവനെ പിടിച്ച് കേസിൽ കുടിക്കിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ കറക്കിയൊക്കെ തിരിച്ചിറങ്ങി ഇവൻ എന്തോ അറിയുന്നത്, അവൻ അപ്പോഴും അറിയത്തില്ല. അവൻ ക്രിമിനലൊക്കെ ആയി മാറുക. പിന്നെ അകത്ത് കയറി ഇറങ്ങുമ്പോഴത്തേന് ഇവൻ പിന്നെ ഒരു കച്ചവടക്കാരനായി, വലിയ വേറെ ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഇവരിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യരുത്, അവിടെ തുടരുത് ഇവിടെ തുടരുന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയലായിരിക്കും. പക്ഷെ അതല്ല വേണ്ടത്. അത് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ എങ്ങനെ നല്ലതായിട്ട് ഉപയോഗിക്കാമെന്ന് കൂടുതൽ പഠിപ്പിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് റവന്യൂ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടുന്ന തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഡയറക്ടർമാരോ ഏതെങ്കിലും ആർട്ട് ഡയറക്ടറോ എന്തെങ്കിലും സ്കില്ലുള്ളവരോ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും കൂടെ കാണിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ കണ്ടന്റ് വരും. എന്തോരം റവന്യൂ ഉണ്ടാക്കാന്നറിയാം. അതാ പിള്ളേർക്ക് റവന്യൂ ആയാൽ വീട്ടുകാർക്ക് നല്ലതല്ലേ. നമസ്കാരം, സിനിമാ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള 2 അതിഥികൾ, കേരളത്തിൽ വിപ്ലവമായി തരംഗമായി ചുറ്റിച്ചിരിക്കുന്ന പോഡ്കാസ്റ്റിലെ 2 അംഗങ്ങൾ. ചെകുത്താൻ അജുലക്സ്, ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജുലക്സ് എന്നറിയപ്പെടുന്ന ചെകുത്താൻ, അതേപോലെ തന്നെ നമ്മുടെ ഡെന്നിസ് ഫ്രീമാൻ. എന്ത് ചെയ്യുന്നു? ഓ അത് അല്ല, എന്ത് ചെയ്യുന്ന സാധനം മെയിൻ ആയിട്ട് എന്താ പറയുക പുള്ളിയുടെ ആ സാധനം, ആ ഒരു എക്സ്പ്രഷൻ ഭയങ്കര. എന്താ നിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്താണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് എന്താ വേണ്ട അത് പറ. ഇവിടെ എന്ത് പറഞ്ഞാൽ നമുക്ക് നടത്തിയെടുക്കാവുന്ന കേസ്. നമുക്ക് വിവാദം വേണം. വിവാദത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അതൊരു ആവശ്യമല്ല, അതൊരു അനാവശ്യമല്ലേ. എന്റെ ആവശ്യം നിനക്ക് അനാവശ്യമാണോ? സിനിമാ കഫേ എന്ന് പറയുമ്പോൾ ഇത് സിനിമയുടെ ചാനലായതുകൊണ്ട് നമുക്ക് സിനിമയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. സിനിമയിലൂടെ നമുക്ക് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് 80 തുടങ്ങാം. 80 100-110 പെട്ടെന്ന് 100-110 അല്ല, നമ്മുടെ 80 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകളും ഇന്നത്തെ സിനിമകൾ ഇറങ്ങുന്നതിൽ താരതമ്യം ചെയ്യാൻ 80 സിനിമ നമുക്ക് ഇത് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? ആവശ്യമായിട്ട് ഈ താരതമ്യൊക്കെ ചെയ്യണത് സിനിമക്കാരാന്ന് തോന്നുന്നു. സിനിമക്കാരാ ഷൈൻഡോ ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അവിടെ നിൽക്കുന്നത് ഓടിയാലോ? ഷൈൻഡോ തന്നെ ഫ്ലൈറ്റിലൂടെ ഓടിപ്പോണേ കണ്ടായിരുന്നു, വീഡിയോ കണ്ടിരുന്നു. അതായത് ടോം ക്രൂസ് മറ്റേ 64 വയസ്സിൽ അവിടെ ചെയ്തു. ഇപ്പോൾ മിഷൻ ഇമ്പോസിബിളിന്റെ ഡെഡ് റെക്കനിങ്ങിൽ ഫ്ലൈറ്റിന് മുകളിൽ ചാടി പോണതൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ ഒരാൾ ചെയ്തിരുന്നു പറഞ്ഞു, ജയൻ ചെയ്തിരുന്നു, പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ സിനിമ മലയാളത്തിലോട്ട് വരും. ഇപ്പൊ ജയൻ ചെയ്ത് തന്നെ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു സുരക്ഷാ മാർഗം ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു ഇവിടെ അങ്ങനെ ഒരിടത്തും വലിയ സുരക്ഷയൊന്നും ഇല്ല. നിനക്ക് ഈ റോഡിൽ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ നിനക്ക് സുരക്ഷയില്ല. സുരക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം. നമ്മളൊരു വണ്ടി വാങ്ങുമ്പോഴേ, കാറ് വാങ്ങുമ്പോഴേ, ഈ കാറിന് ഈ ഇതുണ്ടല്ലോ എയർ ബാഗ്, അത് ഓപ്ഷണലാ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇടികൊണ്ട് ചാവണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. താൻ വേണമെങ്കിൽ ആഡ് ചെയ്തോ, ഇല്ലെങ്കിൽ താ ഇടികൊണ്ട് ചത്തോളാൻ. ആ നാടത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഒരിടത്ത് സേഫ്റ്റി ഇല്ല. നിനക്ക് എന്താ ഹെലികോപ്റ്റർ തൂങ്ങുന്ന നിനക്ക് സേഫ്റ്റി? സേഫ്റ്റിയുടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ പോലീസ് നമ്മൾ ഈ ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിൽ പോയി അങ്ങനെ പിടിച്ചു നിർത്തും. പെറ്റി അടച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറഞ്ഞു വിടും. ഹെൽമെറ്റ് പിന്നെ അന്നത്തെ അടയ്ക്കാൻ വേണ്ട. സേഫ്റ്റി പെറ്റിയടച്ചാൽ പോരെ, സേഫ് ആയില്ലേ? എടാ, ഈ പൊളിഞ്ഞു നിൽക്കുന്ന പാലത്തിന്റെ മുകളിൽ കൂടെ എത്ര വലിയ ഹെൽമെറ്റ് ഇട്ടാലും എത്ര സീറ്റ് ബെൽറ്റ് ഇട്ടാലും എയർ ബാഗ് ഉണ്ടെങ്കിൽ എത്ര വലിയ വണ്ടിയാണല്ലോ, അതിന് ആ പാലം പൊളിഞ്ഞു വീഴുമ്പോൾ അത്ര എണ്ണം അല്ലേ? അതാ പറഞ്ഞേ, ഓരോന്നോരം തകർന്നു വീണോണ്ടിരിക്കുക, റോഡ് തകർന്നു പോയിക്കൊണ്ടിരിക്കുക. കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്നു, കാണാതാവുന്നു. ആയനയുടെ ജയന്റെ ഹെലികോപ്റ്റർ CPR ചെയ്യാൻ പറ്റുന്ന അറിവുള്ളവരുള്ളത്.
CPR എനിക്കറിയാടാ. എനിക്കറിയാം, ഞാൻ പഠിച്ചു. ആദ്യം ഇങ്ങനെ പിടിക്കും, ആദ്യം നെഞ്ചത്ത് ഇങ്ങനെ തട്ടും, അത് കഴിഞ്ഞ് പിടിച്ച് ഇങ്ങനെ ആദ്യം നെഞ്ചത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ഇതല്ലേ, അതല്ലേ ഈ CPR എന്ന് പറയുന്നത്. അതല്ലേ മനസ്സിലായി. നെഞ്ചത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണല്ലേ സാധനമൊക്കെ നമുക്കറിയാളോ. നമ്മളൊക്കെ എത്ര കണ്ടേക്കുന്നത്. ഇതാണ് മലയാള പ്രശ്നം. ഇത് മലയാളിയുടെ പ്രശ്നം, ലോകം മുഴുവൻ ഈ പ്രശ്നം. അങ്ങനെ പറ്റുമോ? അതെങ്ങനെ ചെയ്യുക? ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒരാണിന് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. പെണ്ണാണെങ്കിൽ ആണിന് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ചെയ്യണമെന്ന് അറിയില്ല, അറിയാത്ത ആൾക്കാരില്ല. അതുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ഈ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഇതൊന്നും പഠിപ്പിച്ചു വിടണ്ടേ അല്ലേ? എനിക്കൊന്നും മനസ്സിലായി. CPR മാത്രമല്ല, നമ്മളെ പല ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു എന്താ പറയാ, ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു വിടണം എന്നുള്ളത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു വിടണം അല്ലേ? CPR മാത്രമല്ല, എനിക്ക് മനസ്സിലായി, താൻ പറഞ്ഞ മനസ്സിലായി. ഇവിടെ ഫയർ എക്സ്റ്റിങ്ഷൻ എങ്ങനെ യൂസ് ചെയ്യുന്ന ആർക്കറിയാം? ബേസിക്. അതൊക്കെ ഒത്തിരി ഉണ്ട് അങ്ങനെ പറയാൻ. ഇതെന്താ പ്രശ്നം എന്ന് അറിയാമോ? ഈ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ട ഒരു കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് പഠിപ്പിക്കുന്നില്ല എന്നുള്ള വസ്തുവാണ്. അതെ. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. ഞാനൊരു 4 വർഷം 5 വർഷം മുമ്പ് തോന്നുന്നു, 4 വർഷം ആയാലും തോന്നുന്നു, ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. പല പ്രാവശ്യം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഡ്രഗ് എഡ്യൂക്കേഷൻ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കുട്ടികൾ പഠിച്ചിരിക്കണം. എങ്ങനെ യൂസറിന് മാത്രമല്ല, അതിനകത്ത് അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വരെ അവരെ പഠിപ്പിക്കണം. കാരണം ചിലപ്പോൾ അവർക്ക് ഒരു ഏർണിംഗ് ആയിരിക്കും അത്. മനസ്സിലായില്ലേ? അത് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നു, അതൊക്കെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആക്കുന്നു. അത് അങ്ങനെ ചെയ്താൽ ഈ നാട്ടിലോട്ട് എടാ ഈ എന്തോരം പൈസ വരുമെന്നറിയോ? ഇവിടെ ഈ ആഫ്രിക്കയിലൊക്കെ പിള്ളേരുടെ ഡാൻസ് കളിക്കുന്ന വേൾഡ് വൈഡ് കറങ്ങിയിട്ട് അത് അവിടെ പൈസ എത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെ സ്കൂളിലൊക്കെ ഇത് ചെയ്യണം. ഇവന്മാരിപ്പോൾ ഇത് പഠിപ്പിക്കാൻ പോകുന്നത് എന്നാണെന്നറിയാം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ചെയ്യരുത്, ഇത് പഠിപ്പിക്കാനാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കും, നിയമവശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമെന്ന്, ഡ്രഗ്സിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമെന്നാണ്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം അഥവാ ഉപയോഗിച്ചാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? എന്താണ് ഉപയോഗിക്കേണ്ടവൻ ഉപയോഗിക്കും. ഇവർ ഇത്രയും കൊല്ലം ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നവർ തന്നെ എല്ലാവരും കാണുന്നത്. ഇല്ലീഗലും ആണ്, എന്നാലും ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും പേര് ഉപയോഗിച്ചിട്ട് ഡ്രഗ്സ് എല്ലാം അങ്ങനെ ലീഗലാക്കാൻ പറ്റില്ല. മരിവാന വരെ ലീഗലാക്കാം, അതിനപ്പുറത്തോട് ഹാർഡ് ഡ്രഗ്സ് ഒന്നും ലീഗലാക്കാൻ പറ്റത്തില്ല. MDMA ഒന്നും അങ്ങനെ ലീഗലാക്കാൻ പറ്റുന്ന സാധനമല്ല. അതൊക്കെ ഈ ചെറിയ പ്രായത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വയലൻ്റ് ആവും. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ശാരീരികവും മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും. അത് സമൂഹത്തെ ബാധിക്കും, പിന്നെ അത് കിഡ്നിയെ ബാധിച്ച് മുടി പൊഴിയും. അതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പോൾ പക്ഷേ ഈ ഡ്രഗ് എഡ്യൂക്കേഷൻ എന്ന സാധനം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ഡ്രഗ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഏതൊക്കെ തരം നാർക്കോട്ടിക്സ് ഇസ് ദാറ്റ് ബിസിനസ്, അതെല്ലാത്തിനെ പറ്റിയും ഒരു പഠനം ആവശ്യമാണ്. നീ ഇപ്പോൾ കഞ്ചാവ് വലിച്ചാൽ എങ്ങനെയാണ്, അല്ല നീ ഇത് ഇത്രമാത്രം ഉപയോഗിക്കുമ്പോൾ നിനക്ക് ഏതൊക്കെ ആൾക്കാർക്ക് നിനക്ക് നിന്റെ അവസ്ഥ എന്താണെന്ന് പഠിപ്പിക്കേണ്ടത്. നീ അടിച്ചാൽ നിനക്ക് കുഴപ്പമില്ല. പിന്നെ അതുകൂടാതെ ഇവിടെ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, എടോ കഞ്ചാവ് വല്ലതും എന്തും ആയിക്കോട്ടെ, MDMA എന്ത് കൊക്കൈനോ ബ്രൗൺ ഷുഗർ എന്ത് സാധനമാണെങ്കിലും അത് നല്ലൊരു ക്വാളിറ്റി ഉള്ള കൊക്കൈനാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബും വേണം. ഇതൊക്കെ കാനഡയിലൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെയൊക്കെ MDMA എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ഈ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വല്ല ഇവന്മാർ മേടിച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ട് ടെസ്റ്റ് ചെയ്യും. ഇനി അത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇതിലും അഡിക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്താണ് ഈ മാഫിയൊക്കെ പ്രവർത്തിക്കുന്നിടത്തുനിന്ന് സാധനം മേടിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അഡിക്റ്റ് ആകാനും ഈ പറഞ്ഞ ഉപഭോക്താവിന് വീണ്ടും വീണ്ടും അടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കി കൂടുതൽ കച്ചവടം നടത്താൻ വേണ്ടി അവന്മാർ വേറെ ഏതൊക്കെ ആഡ് ചെയ്യും. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ കെമിക്കൽ എന്തുവാന്ന്. അതൊന്നും ആഡ് ചെയ്തിരിക്കാൻ ലാബ് വരെ ഉണ്ട്. മനസ്സിലായോ? അവർ റിപ്പോർട്ട് ചെയ്തില്ല. ഇല്ല, അവർ അടിക്കാനിടത്ത് പലർക്കും ലീഗലി അടിക്കാൻ പറ്റുന്നവരുണ്ട്. ഇത് മെഡിക്കലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പ്രിസ്ക്രൈബ്ഡ് മെത്തഫെറ്റമിൻ എന്ന് പറയുമ്പോൾ അതിന് ഡോസ് അനുസരിച്ച് ഗുളിയുണ്ടല്ലോ. അതായിരിക്കത്തില്ല ഇത്. എന്നാൽ പോലും ഞാൻ പറയുക, ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർ കാണും. അതിനെ പക്ഷേ അവിടെ അതൊരു കരുതലാണ്. ഏതാ ആ സൊസൈറ്റിയുടെ. അടിക്കുന്നവനെ അങ്ങ് തഴയുമല്ല. ഇല്ലീഗലാന്ന് പറഞ്ഞ് അടിച്ചു പോയാൽ അവനെ പിന്നെ ആർക്കും വേണ്ടാത്തവനെ പോലെ ആയി. അങ്ങനെയല്ല വേണ്ടത്. അവനെ പിടിച്ച് കേസിൽ കുടിക്കിട്ട് വല്ല കാര്യമുണ്ട്. ഇവിടെ കൊണ്ട് ജയിലിൽ അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ കറക്കിയൊക്കെ തിരിച്ചിറങ്ങി ഇവൻ എന്തോ അറിയുന്നത്, അവൻ അപ്പോഴും അറിയത്തില്ല. അവൻ ക്രിമിനലൊക്കെ ആയി മാറുക. പിന്നെ അകത്ത് കയറി ഇറങ്ങുമ്പോഴത്തേന് ഇവൻ പിന്നെ ഒരു കച്ചവടക്കാരനായി, വലിയ വേറെ ഉണ്ടായി, പിന്നെ ആടിപിടി വെട്ടുകുത്ത്, ദോഷണം, ബലാത്സംഗം, പീഡനം, അങ്ങനെ ഒരു കേസൊക്കെ ആയിട്ട് പോലീസുകാർക്കും മറ്റേ കോടതിക്കൊക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുത്തനായി മാറുന്നു. അതല്ലാതെ ഇവിടെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഒരുത്തം പോലും ഇതിനകത്ത് കയറി ഇറങ്ങിയവൻ രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ഈ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും എന്താ പറയണ്ടേ ജയിലിൽ അടച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്ന മര്യാദയുള്ളവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇറങ്ങി വരുന്നതിന് ഇതിലും വലിയ ഉള്ളിയായിട്ടാണ് വരുന്നത് കൂടുതൽ പേരും. എനിക്കറിയാവുന്ന ഒറ്റ ഒരുത്തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. എന്തിനാ ഈ അടിക്കാരെങ്കിലും ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തോ ചെയ്തത്?
നാണം കെടുത്തും, ഫോട്ടോ എടുത്ത് പത്രത്തെ ഇടും. വലിയ മിടുക്കായി പോയി. എടാ അങ്ങനെയുള്ളവർ പിന്നെ അടിക്കാനുള്ള ടെൻഡൻസി അല്ലേ കൂടുന്നു. അവന്റെ മാനം കളഞ്ഞില്ലേ ഇവന്മാര്. ഇവൻ പിന്നെ 6 മുന്നിൽ ചെന്നിട്ട് കാണിക്കാൻ, എടാ പിള്ളേർ ഇറങ്ങി നടക്കുമ്പോൾ എല്ലാവരും MDMA അടിക്കാരനാ, കഞ്ചാവ് അടിക്കാരനാന്ന് പറയുക. പത്രത്തെ ഇടി പൊട്ടന്മാർ കാണിക്കുന്ന പണികളാ, പോലീസുകാരുടെ ഒരു മണ്ടത്തരങ്ങള്. ഇത് നിയമപരമായിട്ട് തടയണ്ടേ? ഇവർക്ക് വലിയ ക്വാണ്ടിറ്റിക്ക് പിടിക്കുകയാണെങ്കിൽ വാർത്താ പ്രസക്തി ഉണ്ട്. ഇതല്ല, ഇത് ചെറിയ ചെറിയ ഇല്ല അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ പിടിച്ചാലും നിനക്ക് ആളുടെ ഇമേജ് ഒന്നും എടുത്തിട്ടുണ്ട് ഒരു ആവശ്യമില്ല. ഈ പിള്ളേർക്ക് ഈ പത്രത്തിൽ മീഡിയസിനെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ലേ? പിന്നെ ആ കേസ് അതിനകത്ത് ആ പറഞ്ഞ ആളൊരു ഭയങ്കര ഈ കച്ചവടക്കാരനാണ്, ഇയാളെ എവിടെ കണ്ടാലും തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് വല്ല വാർത്ത കൊടുക്കാൻ ഈ മറ്റേ നോട്ടീസ് അടിച്ചു ക്വാണ്ടിറ്റി കൂടുതലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. മീഡിയ ഫെയിം ഉണ്ടാക്കാണ്ട് ചെയ്യുന്നതാണ്, അവർക്ക് ഫെയിം കിട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. പോലീസുകാർക്ക് എന്തിനാ ഫെയിം? പോലീസുകാർക്ക് ജോലി ഇല്ലേ? പിന്നെ ഇവരുടെ ഉദ്ദേശം എന്താണ് ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യത്തില്? പോലീസ് ചെയ്യുന്ന എന്തിനാ? പോലീസ് ആദ്യം ഈ തുടങ്ങിയ പോലീസ് ഈ പരിപാടിയൊക്കെ അവർക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, പോലീസുകാർക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിന്റെ കണ്ടന്റ് ക്രിയേഷൻ അവരുടെ പരിപാടി. അതിന് പ്രത്യേകം ഇതൊക്കെ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. മോണിറ്റൈസ് ആണോന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വരുമാനം കൂടെ കിട്ടിയേനെ അവർക്ക്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഇവരിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യരുത്, അവിടെ തുടരുത് ഇവിടെ തുടരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയലായിരിക്കും. പക്ഷെ അതല്ല വേണ്ടത്. അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ എങ്ങനെ നല്ലതായിട്ട് ഉപയോഗിക്കാമെന്ന് കൂടുതൽ പഠിപ്പിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് റവന്യൂ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടുന്ന തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഡയറക്ടർമാരോ ഏതെങ്കിലും ആർട്ട് ഡയറക്ടറോ എന്തെങ്കിലും സ്കില്ലുള്ളവരോ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും കൂടെ കാണിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ കണ്ടന്റ് വരും. എടാ എന്തോരം റവന്യൂ ഉണ്ടാക്കാന്നറിയാം. അതാ പിള്ളേർക്ക് റവന്യൂ ആയാൽ വീട്ടുകാർക്ക് നല്ലതല്ലേ? ഇത് ഇന്നത്തെ സാധ്യത അതൊക്കെയാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആഫ്രിക്കന്നൊക്കെ വരുന്ന വീഡിയോ ഇവിടെ കിടന്ന് കണ്ടിട്ട് അതിനനുസരിച്ച് ഈ പിള്ളേർ ഡാൻസ് കളിക്കും. ഈ സാധനത്തിന്റെ ഒക്കെ സാധ്യത ഉപയോഗപ്പെടുത്താതെ സാധ്യത ഇവര് ഇതൊക്കെ ഉപയോഗിച്ച് പിള്ളേരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സാധനമൊക്കെ പഠിപ്പിച്ച് വിടാവുന്ന സാധനമാണ്. ഇപ്പൊ വേറൊരു കാര്യം പറയാം, ഈ പിള്ളേര് കാണുന്ന വീഡിയോയാ മര്യാദക്ക് വർത്താനം പറയണമെന്ന് പറഞ്ഞ അതുണ്ടോ? ഇവർക്ക് സാധനം എങ്ങനെയാണ് കുട്ടികളുടെ കയ്യിലേക്ക് ഈ പറയുന്ന സാധനം കൊടുക്കണ്ടേന്ന് പോലും അറിയാൻ പാടാത്ത ആൾക്കാരെ ഡിവൈസ് കൊടുക്കാൻ പാടില്ല. അത് റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കാൻ പഠിക്കണം. അതറിയാൻ പാടില്ല. സ്കൂളിൽ നിന്നേ പഠിപ്പിക്കണം. അങ്ങനത്തെ മൊബൈലുകൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ മൊബൈലായിട്ട് കുട്ടികളെ ഇടണം. അവിടുത്തെ ടീച്ചർമാർ അത് റെസ്ട്രിക്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് അവർ മോണിറ്റർ ചെയ്യണം. അത് പേരൻസിനെ പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പേരൻസ് എന്തെങ്കിലും കാണും, പേരൻസിന് മൊബൈൽ ഇവർക്ക് കൊടുക്കരുത് മാത്രം പഠിപ്പിച്ചാൽ മതി. മനസ്സിലായോ? പിള്ളേരുടെ മൊബൈൽ പിള്ളേരുടെ ഇല്ല. പക്ഷെ എല്ലാ വീട്ടിലും ഈ മൊബൈലൊന്നും ഉണ്ടാകത്തില്ല. ഗവൺമെന്റ് പറഞ്ഞ ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്താൽ മൊബൈൽ മേടിച്ചു കൊടുക്കണം അല്ലേ? എന്നിട്ട് ഈ കണ്ടന്റ് ക്രിയേഷൻ പഠിപ്പിക്കണം. അത് അവർ വിദ്യാഭ്യാസ എന്താ പറയുക, അല്ല പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും എന്തെങ്കിലും ക്രിയേറ്റീവ് ആണെങ്കിലും ടാലൻ്റ് ആണെങ്കിലും എന്തെങ്കിലും സ്പോർട്സ് ഗെയിംസ് എന്താണെങ്കിലും അതിനെയൊക്കെ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ആ ഓൺലൈൻ നിറയ്ക്കണം, ആ ഫേസ്ബുക്കും യൂട്യൂബും പൂട്ടണം. ഇന്ത്യക്കാര് കാരണം അവർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കിൽ നിന്ന് കയറി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് കയറി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇന്ത്യൻ ആക്കി. വേറെ കാര്യമുണ്ട് കേട്ടോ, വേറെ കാര്യമല്ല. നമുക്ക് എന്നിട്ട് സ്വന്തമായിട്ട് ഇന്ത്യക്ക് ഒരു ആപ്പ് ഉണ്ടാക്കണം, ഇതുപോലത്തെ കൂതറ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാൻ. അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നല്ലതല്ലേ? അതാ വേണ്ടത്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്തൊരു ചോദ്യത്തിന് പോവാം. നമ്മള് കഞ്ചാവിന്റെ കേസ് പറഞ്ഞപ്പോ കഞ്ചാവ് കേസിൽ വേടനെ പിടിക്കുന്നു, പിന്നെ ആ കേസ് നിൽക്കില്ല എന്ന് പറയുമ്പോൾ പുലിപ്പല്ലി കൊണ്ടുവരുന്നു. പിന്നെ വേടന്റെ ഒരു പിന്നെ വേട്ടയാടലായിരുന്നു കണ്ടിരുന്നത്. വേടന്റെ രാജ്യം വരെ ഇവിടെ നിക്കില്ല എന്ന് പറയുമ്പോ വേറെ കേസ് കൊണ്ടുവരുന്നല്ല, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസും കൂടി വരുമായിരുന്നു. ആയിക്കോട്ടെ, എങ്ങനെ വേണം ആയിക്കോട്ടെ. എടാ എന്നെ പിടിച്ചപ്പോഴും ഇത് തന്നെയാണ്. പട്ടാളം വരുന്നു, ചോദ്യം തീർന്നിട്ടില്ല, നേവി വരുന്നു, എയർഫോഴ്സ് വരുന്നു, ആരാണ്ടൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വരികയാണ്. വലിയ കേസാണ്, പട്ടാളത്തെ അവമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ ചാനലെല്ലാം മുടിഞ്ഞ വാർത്ത. ഞാൻ ഒളിവിൽ പോയി, എന്നെ അറസ്റ്റ് ചെയ്തു, കള്ള വാർത്ത. നമ്മളിവിടെ വൈകുന്നേരം ഇതിയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തുവാന്ന് ഈ വാർത്ത വന്നപ്പോൾ പുള്ളി പറയാം അതൊന്നും അങ്ങനെയൊന്നും അല്ല, അത് വാർത്തക്കാർ വെറുതെ അടിച്ചു വിടുന്നതാണ്. ഇതൊക്കെയാ പോലീസിന്റെയും മാധ്യമങ്ങളുടെ പണി. എല്ലാം ഉണ്ടോ? എടാ നമ്മളൊക്കെ ആണെങ്കിൽ ഇത് ഈ വാർത്ത ഞാൻ കാണാനായിട്ട് കുറേ വർഷമായി. കാരണം ഞാൻ നേരിട്ട് പല സംഭവങ്ങളും കണ്ടപ്പോഴും അത് അടുത്ത ദിവസം പത്രത്തിൽ, നമ്മൾ അന്ന് പത്രമാണല്ലോ, പത്രത്തിൽ വരും ഇതല്ല ഇവർ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ നേരിട്ട് കണ്ട സാധനത്തിനകത്തുള്ള സംഭവമേ ഇല്ല. അപ്പോൾ അന്ന് ഞാൻ ഈ പരിപാടി നിർത്തി, വാർത്ത പരിപാടി ഞാൻ നിർത്തിയിട്ട് ഞാൻ TV-യിൽ മറ്റേ വീഡിയോയിൽ വാർത്തയൊക്കെ വായിക്കുന്ന സംഭവമില്ലേ, അതുകൊണ്ട് ഞാൻ കാണാറൊന്നുമില്ല ഇവരുടെ പരിപാടി. അറിയും, അല്ലാതെ ഇവർ പറയുന്ന മൊത്തം അങ്ങനെ വിഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇവർ കഥ പറയും. ഇതിപ്പോ ഇവര് നടത്തുന്ന ഇവിടുത്തെ വാർത്ത ഉണ്ടല്ലോ, വാർത്താ ചാനലുകൾ എന്റർടൈൻമെന്റ് ആണ്. ഇത് ഇതിലും നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇവര് അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അയ്യോ അതെന്തോടാ അവന്മാര് കാണിച്ചു, എന്തൊരു ആഘോഷമാണ്, എന്തോ ആഘോഷമാണ്, എന്തൊരു ആഘോഷമാണ്.
അടിച്ചു പൊളിക്കുവാ. ഇന്ത്യയിലെ ഏകദേശം എന്തോ ആഘോഷം വരുന്നത് അല്ലേ? ഭയങ്കര ആഘോഷം. അവിടെ യുദ്ധം നടക്കും, ഇവിടെ ആഘോഷം. കുറച്ച് അധികം പേര് കൂടി മരിച്ചെങ്കിൽ കുറെ ആൾക്കാർ കമാൻഡറിയാണ്. എടോ മാധ്യമ പ്രവർത്തക മുതിർന്ന അതെ ഇതൊരു കുറച്ചധികം ആളുകളും കൂടി മരിച്ചിരുന്നെങ്കിൽ ഡിസ്ലെക്സിയ ഉണ്ട്. ഡിസ്ലെക്സിയ സോപ്പിട്ട് കുളിച്ചാലുണ്ടാകുന്ന പ്രശ്നമാണ് ഡിസ്ലെക്സിയ. അതുണ്ട് അവന്. അതുകൊണ്ടാണ് ശരിക്കും അപ്പൊ വേണ്ട. അതിന് മുമ്പ് ഒരു കാര്യം പറയണ്ടേ, ഈ യുദ്ധത്തില് കുറച്ചധികം ആളുകളും കൂടി മരിച്ചെങ്കിൽ ഇത് ഇതിലും ഹോളി ആക്കായിരുന്നു നമുക്കിവിടെ ആഘോഷിക്കായിരുന്നു. വൻ പരിപാടി. എന്ത് രസമായിരിക്കും അല്ലേ? ഒരു മറ്റേ വെള്ളം പേര് ഇവിടെ ആദ്യം ഈ വെള്ളം പൊങ്ങുമ്പോ ഇങ്ങനെ അതുവഴിയൊക്കെ നീന്തുക, ചാടുക, തൊലിക്കുക, ഇങ്ങനത്തെ പണി കാണിക്കത്തില്ലേ ആൾക്കാര്. അത് കഴിഞ്ഞിട്ട് വീടിന്റെ മണ്ടയ്ക്ക് കയറുമ്പോ ആ കരച്ചിൽ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ യുദ്ധത്തിന്. നല്ലൊരു യുദ്ധം അതിനെ കാണാൻ. മറ്റേ ഈ മുട്ടറ്റൊക്കെ വെള്ളം വന്നപ്പോ ബാക്കിയുള്ളവന്മാർ കിടന്ന് നെകളിച്ച് അവസാനം വേറെ അപ്പുറത്ത് മുങ്ങിയവരെ കണ്ടു കാണത്തില്ലേ ഇവന്മാര്. ഇവരുടെ വീട്ടിൽ കയറുമ്പോഴല്ലേ പ്രശ്നം. ഈ അവസാനം പെട്രോൾ വില കൂടുമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു പെട്രോൾ വില കൂടുമല്ലോ എന്ന്. പക്ഷെ എന്തോ പറ്റിയെന്തോ അവർ ഓർത്തില്ലെന്ന് തോന്നി ഇടയില്. വാർത്തയെല്ലാം കൂടെ കണ്ട് ഞെട്ടിയിരിക്കുവായിരിക്കും. അത് കണ്ടു കാണും. എടാ നീങ്ങിക്കണോ? കാർഗിലിന്റെ സമയത്ത് ഞാൻ ഇല്ല. അല്ല ഇവിടെ ഒന്നും ഇല്ല. കാർഗിൽ ഞാനുണ്ടല്ലോ. ഞാൻ പങ്കെടുത്താ. അന്നത്തെ സാഹചര്യമൊക്കെ അറിയാലോ. അപ്പൊ ആ സാഹചര്യം ആവർത്തിക്കുമ്പോ ഒരു പ്രശ്നമില്ലേ? അല്ല അതിവിടെ വേടന്റെ കേസ് പറയാം. യുദ്ധമൊക്കെ കഴിഞ്ഞു. യുദ്ധത്തിനകത്ത് നമുക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയം. അത് യുദ്ധം നടന്നാലും ഇല്ലെങ്കിലും താല്പര്യമില്ല. യുദ്ധത്തിനോട് എനിക്ക് എല്ലാ വിയോജിപ്പും ഞാൻ എപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എനിക്ക് പൂക്കൾ പൂക്കും വേടൻ ഒരു റാപ്പർ. അവന്റെ പേരെന്താ? ഡെപ്സി ഒരു റാപ്പർ. മറ്റേ അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ലെങ്കിലും പിന്നെ ഇവന്റെ റാപ്പിനകത്തുള്ള ഒരു പ്രത്യേകത, ഇവൻ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അതിനകത്തുള്ള വ്യത്യാസം രാഷ്ട്രീയമാണെന്നുള്ളൂ. രാഷ്ട്രീയം അവൻ അടിസ്ഥാനമായിട്ട് രാഷ്ട്രീയക്കാരനാ. അല്ലാണ്ട് അവൻ റാപ്പറൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അതില്ല. രാഷ്ട്രീയക്കാരനാ. അതേപോലെ തന്നെ ഫോക്ക് പിടിച്ചേക്കുന്നവരാണ് ഊരാളി അല്ലേ? ഊരാളിയും വേടനും ഒക്കെ ഒന്നിച്ച് പെർഫോം ചെയ്യാറുള്ള ആൾക്കാരുമാണ്. ഊരാളിയുടെ എനിക്കിഷ്ടം. പക്ഷെ ഊരാളിയാ കൂടുതൽ. എനിക്ക് ഈ പൊളിറ്റിക്സിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. Politics is a dirty business. Politics is a dirty business. So I don't want business to be dirty in the politics. Okay. വേടന്റെ കാര്യത്തിൽ കേരള പോലീസ് സ്വീകരിച്ച നിലപാടിനോട് എങ്ങനെ യോജിക്കുന്നു? വേടന്റെ കാര്യത്തിൽ വേടനെ സ്വീകരിച്ചത് വളരെ നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? വേടനും നന്നായി സ്വീകരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയും ഇതുപോലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ കേരളമെമ്പാടും വേടൻ യാത്രയാകുന്നതായിട്ട് ഞങ്ങൾ പിന്നീട് കാണുകയുണ്ടായി. ചില വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ഏതോ ഒരു സ്ഥലത്തെ സ്വീകരണത്തിനിടയിൽ കുറച്ച് ചെളി വാരി എറിഞ്ഞ് ഏതോ സ്പീക്കറിനകത്ത് ചെളി പോയെന്നും അങ്ങനെ ഈ പരിപാടി അവതരിപ്പിക്കുക അല്ല എന്താ സംഘാടകർക്ക് വലിയ നഷ്ടം ഉണ്ടായെന്നും ഒക്കെയാണ്. വേടൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആയിരിക്കും. കണ്ട അതിൻ്റെ മാറാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. അതിന്റെ മുന്നിൽ പോയി ചാടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ കോൺഗ്രസ് ആണോ എന്ന് അതിനറിയത്തില്ല. ഞാൻ ഓക്കെ 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 ഓക്കെ. അതിനെന്താ അവിടെ എവിടെ ഇത്? അതിനകത്ത് എന്താ പ്രശ്നം? അതല്ല ഇതല്ല അതുമല്ലെന്ന് പറയുന്നത്. എന്നാ ഇവനൊരു കാര്യം ചെയ്താൽ പോരെ? ഇവൻ കാണാനല്ല, പറയാനല്ല, പറയാനല്ല, മറ്റേ ദളിതനല്ല എന്ന് പറഞ്ഞാൽ പോരെ? നീ തമ്പുരാനോ അല്ല എന്ന് പറയണതാണ് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. മനസ്സിലായോ? നീ തമ്പുരാനാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്ന് മാത്രം പറയണം. നീ തമ്പുരാനാണ് അതിന്റെ ഇടയിൽ കുണയ്ക്കാൻ വന്നേക്കും. നീ തമ്പുരാനാണ്, നീ ഒരു മയരനാണ് എന്ന് പറഞ്ഞാൽ തീരുവാ പ്രശ്നം. അങ്ങനെ എഴുതാ മതി. പറഞ്ഞത് വേടന വരികൾ എഴുതിയാല് ചെറിയൊരു ആണേലൊരു മയരും ഇല്ലെന്ന് പറയുന്നതും നീ മയരനാന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്തിലാട്ടെ അതിനെന്താ കുഴപ്പം? അപ്പൊ വേടനെ പറയുന്നത് ജാതിക്കോ തോട്ടം അല്ല, ഈ കറുപ്പിന്റെ പേരിൽ ഇയാൾ ഒരുപാട് അനുഭവിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അയാളുടെ പോരാട്ടം എന്ന് പറയുന്നത്. അയാൾക്ക് ഡാർക്ക് സ്കിൻ ആണ്, ബ്ലാക്ക്. എനിക്ക് പക്ഷെ എങ്ങനെയാണെന്നാ വെളുപ്പിന് മുൻതൂക്കമുള്ള ഇരുനിറമായതുകൊണ്ട് കുഴപ്പമില്ല. വെളുപ്പിന് മുൻതൂക്കമുള്ള ഇരുനിറക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കറുത്ത, ഞാൻ വെളുത്ത അതിസുന്ദരമായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വെളുപ്പൊന്നും ഇല്ല. ഞാൻ കുറച്ച് കളർ കോപ്പിയാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ഇറങ്ങുന്നതാ. ഞാൻ ശരിക്കും നല്ല വെളുത്തിട്ടാ. ഇവ മറ്റേ അറബ് 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 അതെ അതെ. ഓ എന്റെ അത് ഈ സാധനം കേക്ക്. ഈ സാധനം ഏതാണെന്നറിയോ? നമ്മളിപ്പോ എന്താ പറഞ്ഞു? കറുപ്പ് കറുപ്പ് കറുപ്പിനഴക് വെളുപ്പിനഴക് പുലരിയിലെ പുതുമഴയിൽ
ചുമ്മാടെ പൊട്ടപ്പാട്ട് വന്നപ്പാട്ട്. ആ കറുപ്പിനെന്ന് പറഞ്ഞാൽ കറുപ്പിന് 7 അഴകാണെന്നുള്ള സാധനമാണ്. കറുപ്പിൻ 7 അഴക് എന്റെ കൺമണിക്കോ നിറയഴക്. നിറയും അതായത് എണ്ണ കറുപ്പെന്ന്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്തില്ല ഈ കറുപ്പിന് പ്രശ്നം ഉണ്ടോ? അതിപ്പോ വേണ്ട, ഉണ്ട്. ഇപ്പൊ വേണ്ട. എന്താ കാര്യം? പിന്നെ ആട്ടെ, നമ്മൾ കറുത്തു പോയി കഴിഞ്ഞാൽ എല്ലാരും നമ്മളെ നോക്കിയിട്ട് കറുത്താന്ന് പറയും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പല്ലൂടെ പൊങ്ങിയാ ഇങ്ങനായി. കറുപ്പിനെ കുറിച്ച് എടാ ഞാൻ എന്തോ നീ വിചാരിച്ചേ എന്നെ കാണണം. നീ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മളെ ഇങ്ങനെ നിക്കുക, മമ്മൂക്കോയെന്നൊക്കെ വിളിക്കുന്നത്, വടിവേലു എന്നാണ് പേര്. ആരാണ്ടൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ എന്റെ അകത്ത് നിൽക്കത്തില്ല. എന്നെ ഉണ്ടെന്ന് മൈനെന്ന് വിളിച്ചാൽ അവിടെ തിരിഞ്ഞു നോക്കാം, എന്നാ പറ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവന്മാരാരെയും വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ നമ്മളിവിടെ തീരുമാനിക്കുന്നത്? അതൊരു പ്രശ്നമാണ്, മനസ്സിലായില്ലേ? കറുപ്പായാലും തടിയുള്ളവനെയും ഇനി കൂടുതൽ വെളുത്തിരുന്ന വെള്ളപ്പാറ്റെന്നും സായിപ്പെന്നൊക്കെ വരെ വിളിച്ച് കളിയാക്കാനുള്ള സാധ്യതകളുണ്ട്. നിനക്ക് അങ്ങനെ ഒരു ഈഗോ ഉള്ള, അല്ല ഈഗോ നല്ല ഒരു കോംപ്ലക്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അഫക്റ്റ് ചെയ്യും. അതിപ്പോൾ കഷണ്ടി ആയാലും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളും ഭയങ്കര രസം എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കാലങ്ങ് മുറിഞ്ഞു പോയാൽ ഇത്രയും പ്രശ്നമില്ല, കണ്ണിന് കാഴ്ച പറഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ല. കറുത്തത്, മുടി പൊഴിഞ്ഞത്, വയറ് തടി കൂടിയത്, പിന്നെന്തൊക്കെയാണ് ഇങ്ങനത്തെ ഊമ്പിയ സാധനങ്ങളുണ്ടല്ലോ കുറച്ച് ഇമാരുടെ കുറേ മണ്ടത്തരങ്ങൾ. എന്നിട്ട് വിഗ് മേടിച്ച് വെക്കുക, വയറ് കുറയ്ക്കാൻ കിടന്ന്. വയറ് കുറയ്ക്കണം, ഒരു പരിധിക്കുള്ളായ കുറയ്ക്കുന്നതല്ല. എനിക്ക് വിഗ് ഭയങ്കര ഇഷ്ടട്ടോ. ഇങ്ങനെ അനക്കാൻ എനിക്ക് വിഗ് ഇഷ്ടം. വിഗോ ചിലരുടെ വിഗ് നല്ല രസമാണ്. ഇങ്ങനെ അനങ്ങത്തില്ല വയറ് അങ്ങനെ. ഇവിടെ ആർക്കും വയറില്ല അത്രയും. അതല്ല വയറ്, ഭയങ്കര വയറ് വരും, അത് കുറയ്ക്കേണ്ടതായിട്ട്. പിന്നെ തടി, ഭയങ്കര തടിയാന്ന് പറഞ്ഞാൽ തടി അങ്ങ് എൻജോയ് ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെത്തും പറയുന്നത് കളിയാക്കുന്നേ തടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ തടി ഉള്ളത് നല്ലതാ. തടി ഉള്ളവർക്ക് ഈ അറ്റാക്ക്, ഷുഗർ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇല്ലെന്ന്, കുറവാന്ന്. നല്ല മെറ്റബോളിസം അല്ലേ, അധികം കഴിക്കുകയും വേണ്ട. ഇഷ്ടം പോലെ പരിപാടി ഇതിനൊക്കെ ഇല്ല. അപ്പോഴാണ് കറുത്തത്. എടാ ഇവിടെ വേണ്ടേ, ക്യാൻസർ വന്ന് മുടി പോയാലും മുടി വെക്കാനൊക്കെ നടക്കുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റ് മുടി ഫിറ്റ് ചെയ്യാൻ, മുടി ഫിറ്റ് ചെയ്യാൻ. എന്തിന് ക്യാൻസർ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മുടി വെക്കാന്നുള്ളതാണ്. അതല്ല, കീമോ ചെയ്ത് മുടി പൊഴിഞ്ഞാൽ മുട്ടയാലിരുന്ന എന്താ കുഴപ്പം? ഉടനെ അത് വലിയ ഡൊണേഷൻ, വലിയ ദാനം ചെയ്ത പോലെ കുറെ പേര് മുടിയും പൊക്കി എടുത്തു നടക്കും, ഓരോ മൈരും ഒക്കെ എടുത്തോണ്ട് ഇറങ്ങും. എന്തിനാ അങ്ങനെ? മുടി പോയി, അത്രേ ഉള്ളൂ. കയ്യും കാലും ഒക്കെ പോയിട്ട് നടക്കും, അപ്പോഴാ മുടി പോയെന്ന്. എടാ എന്താണേലും അത് ശരിയല്ല, അങ്ങനത്തെ ചിന്താഗതിയായിട്ട്. കറുത്ത് പല്ലും പൊങ്ങി ഞാനിങ്ങനെ നടക്കുമ്പോ എന്നെ പല പേര് വിളിക്കും. പക്ഷെ എനിക്ക് മൈരായിമാര് വിളിക്കും. അത് പോരാത്തതിന് ഞാൻ കഞ്ചാവെന്നും പറയും. ഞാനേ എന്റെ ഒരു സമയത്ത് എനിക്ക് പല്ല് നല്ല പൊങ്ങി കമ്പി ഇട്ടായത്, അദ്ദേഹം 6 പല്ല വരച്ച് കളഞ്ഞേക്കുന്നത്. ഇതൊന്നും അകത്തോട്ട് പിടിക്കാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ പിടിക്കണം, എന്നാലേ ഇത് അടയത്തുള്ളൂ. അല്ല ഇങ്ങനെ വല്ലും പൊങ്ങി ഇങ്ങനെ നല്ല കറുത്ത് കളർ, നല്ലപോലെ ബ്ലാക്ക്, നല്ല ഉഗ്രനാണ്. ഇപ്പൊ ഞാൻ വെയിൽ കൊള്ളാത്തോണ്ട് ഇച്ചിരി ഞാൻ ഇങ്ങനെ കളർ വന്നാടാ, അല്ല എന്റെ നല്ല കളറാ. മുടിയും ഉണ്ടായിരുന്നു. എന്നെ അന്ന് അന്യന് ഇറങ്ങിയ സമയത്ത് എനിക്ക് മുടിയുണ്ട്. എന്നിട്ട് എന്നെ കളിയാക്കുന്ന എന്നാ പറയാ, പാവപ്പെട്ടവന്റെ റെമോ എന്ന്. പാവപ്പെട്ട ഞാനതോടെ മുടി വെട്ടിക്കളഞ്ഞു. ഈ പണം കാണുന്നത് നേരത്തെ ഇത്ര മുടിയൊക്കെ വെച്ച് റോഡിൽ കൂടെ കിടക്കുക. പാവപ്പെട്ട റെമോ, ചിലർ അന്യെന്ന് വിളിക്കും, ചിലർ കളിയാക്കുന്നു പാവപ്പെട്ടന്റെ റെമോ എന്ന്. അത് പിന്നീട് അങ്ങനല്ല എന്റെ പോലെ. ഞാൻ വേണം എന്റെ ഫോട്ടോ കാണിച്ച എന്റെ മനസ്സിൽ തിരിച്ചറിയത്തില്ല എന്നെ. പിന്നെ ഞാനന്ന് ഭയങ്കര കഞ്ചാവും മയക്കരുന്ന് കടിക്കുന്ന കാലമാണ്. അപ്പോൾ ചുമ്മാ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിക്കും. പക്ഷെ അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മൾ അടിച്ചാലും അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പൊ അന്ന് എന്താ പറ്റിയെന്നറിയാം, ഈ ബീഡിയാ. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാം, ഈ ബീഡി വലിച്ച് ഈ പല്ലെല്ലാം കറയമായി. അപ്പൊ എന്നാന്ന് വെച്ചാൽ കറുത്തിരിക്കും, ചുണ്ട് കറുത്തിരിക്കും, പല്ല് കറുത്തിരിക്കും, മുടി വളർത്തിയിട്ടേക്കുന്നു. അതൊന്നും ഇല്ല. നമ്മൾ ആ കാലഘട്ടം അല്ലല്ലോ. പേപ്പറൊക്കെ വന്നപ്പോൾ നമ്മൾ അടി നിർത്തി. പുതിയ പിള്ളേർ നമുക്ക് പറ്റത്തില്ല. പിള്ളേരുടെ പേപ്പർ റെഡി ചെയ്യാൻ നമുക്ക് നമ്മുടെ പരിപാടി അല്ല. മറ്റേന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനല്ല, ഇതിങ്ങനെ അഴിക്കുന്നു, ചുരുട്ടുന്നു, ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ടാണ് ആ ഒറ്റ വലിക്ക് അവിടെ ഇങ്ങനെ ഇരുന്നോട് സൈഡിൽ. ആർക്കും ഒരു പ്രശ്നമില്ല, ആരും അനങ്ങുന്നില്ല. എവിടെയെങ്കിലും ഒരു കഞ്ചാവടിക്കാരെ എവിടെയെങ്കിലും അടിപിടി കൂടിയതായിട്ട് കിടക്കും, ഒരിക്കലും നടക്കത്തില്ല. കള്ളുടിയന്മാര് തമ്മിൽ നടക്കും. ഇവൻ കുടിച്ചിട്ട് കുടിക്കാത്തവനെ അടിക്കും, പക്ഷെ കഞ്ചാവ് അടിച്ചു വരും.
കഞ്ചാവ് അടിച്ചവനെ അടിക്കത്തില്ല, അപ്പുറത്തോട് നടന്നു പോകുന്നവനെ അടിക്കത്തില്ല. എല്ലാവരോടും സ്നേഹം എന്നാൽ ഇവന്മാരെല്ലാം കഞ്ചാവ് അടിച്ചാൽ അടിക്കുമെന്ന്. ഈ കള്ളുടിയന്മാരൊക്കെ എന്നിട്ട് അവന്മാർ പോയി വണ്ടി രണ്ടും അടിച്ച ഒരാൾക്ക് നോർമൽ ആയിരിക്കും, ബാലൻസിലോട്ട് വരും, അഗ്രഷനോട്ട് കൂടത്തുമില്ല, എന്നാലും ഡൗൺ ആകത്തുമില്ല, താഴോട്ട് പോകത്തില്ല. MDMA കൂടി അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സ്പീഡ് കൂടും, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് അതിന്റെ പുറകെ വേണമെങ്കിൽ വല്ല മഷ്റൂം വല്ല പറന്ന് നടക്കാം, വല്ല സ്റ്റാമ്പോ എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്നും അടിക്കണം, മനസ്സിലായി. ഇതിനകത്തുള്ള കുഴപ്പമില്ല, ഒരെണ്ണം ഹാലുസിനേഷൻ ആണെങ്കിൽ മറ്റേത് ചിലപ്പോൾ ഡൗണിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഈ എന്താ പറയണ്ടേ ഹൈ കൊടുക്കുന്ന MDMA ഒക്കെ ഭയങ്കര ഇതാണല്ലോ, ഹൈപ്പർ എന്നല്ല അതിന് പറയുന്നത്, എക്സെൻട്രിക്കാ, ഭയങ്കര ഒരു ഡിപ്രഷനിൽ നിന്ന് മാറിയിട്ടുള്ള അവസ്ഥയ്ക്ക് എന്താ പറയുക, എക്സ്റ്റസിയോ, അഗ്രഷൻ അല്ല, എനർജറ്റിക് ആവുക, ഓക്കെ, എനർജറ്റിക് ആവുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡ്രഗ്. മറ്റേ ഡ്രഗ് എന്ന് പറയുന്നത് ഇപ്പൊ പാർട്ടി ഡ്രഗായിട്ട് ഈ MDMA മറ്റേ ഇതില്ല പില്ലൊക്കെ ആയിട്ട്, എക്സസി പില്ലെന്നൊക്കെ പറയുന്നത്, അതെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ തുള്ളി മതിച്ച് നിൽക്കാനുള്ള എനർജി കൊടുക്കുന്നു, ഇങ്ങനെയുള്ള സാധനം നടക്കുന്നു. പിന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ചിന്തിക്കുകയും അവിടെ കണ്ട കിളി പറഞ്ഞു പോകുന്ന പോലെ തോന്നും, ഇത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു. ഈ മഷ്റൂം ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മാറിപ്പോകും, ഇതൊക്കെ കാണുന്നില്ല വേറെ എന്തോ പോലെ ആവും. LSD ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഈ പിത്തറിൻ, മോർഫിൻ, വിറ്റാമിൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അനസ്തെറ്റിക് ഡ്രഗ്സ്, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മയങ്ങിയിരിക്കും. നമ്മൾ മയക്കി സർജറി ചെയ്യാൻ കൊടുക്കുന്ന മരുന്നെടുത്തിട്ട് ഇച്ചിരിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിക്കായിട്ടിരിക്കും, അതൊക്കെ ഇവിടെ നടക്കുന്നുള്ളൂ. എടാ എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ MDMA-ക്കാളും മാരകമായ സാധനമായിരുന്നു ഈ പെത്തറിൻ, മോർഫിനൊക്കെ അടിക്കുന്ന കാലത്ത്. അത് ഇച്ചിരി ഇഞ്ചക്ഷനും പരിപാടി HIV അടക്കമുള്ള രോഗങ്ങൾ വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത പ്രശ്നമായി ഇപ്പോൾ MDMA വണ്ടയ്ക്കൊക്കെ വന്നേക്കുന്നത്. ഇത് പറയുന്ന കേട്ടവർക്ക് ഇപ്പം എങ്ങാണ്ട് തുടങ്ങിയ പരിപാടിയാണ്, ഇത് ഇപ്പം തുടങ്ങിയതല്ല, വന്നു തൊട്ടേ ഇത് പ്രശ്നമാണ്, മനസ്സിലാകുന്നുണ്ട്. അന്ന് അവന്മാർ അതടിച്ച് കുറേ എണ്ണം നശിച്ചു, ഇതേപോലെ കൊന്നു, പോലെ വിളിച്ചു, വീട്ടുകാരെ കുത്തിക്കൊന്നവരൊക്കെ ആ കാലത്ത് ഈ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്യുവാന്ന് കൂടുതൽ വരും. ഈ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുവഴി HIV വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് സിനിമയിലും അല്ലാത്തടത്തൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു, എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷെ അത് നിന്നുപോയി. ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചോണ്ടിരുന്നത് ഈ ഇഞ്ചക്ട് ചെയ്താണ് HIV ഉണ്ടാവുന്നതെന്നാണ് ഒരു സമയത്ത് വരെ. അല്ല അന്നൊക്കെ അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പേടിയാണ്. അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അത് വേറെ കാര്യം. ഇന്ത്യയില് ഇവിടെ മറ്റേ രക്തം കൊടുത്ത് ഒരു വേറെ കാര്യം പറയാം, അറിയില്ല ഇനി വേറെ കാര്യം പറയാം. എന്താന്ന് വെച്ചിട്ട് ഒരു ചെറിയ കൊച്ചിനൊക്കെ മറ്റേ HIV വന്നത് രക്തം കൊടുത്താ. നമ്മളിവിടെ അപ്പൊ ഉണ്ടല്ലോ, അതായത് ഇനി നമ്മൾ ഈ ഡ്രഗ്സിന്റെ മാഫിയെ പറ്റിയും ഡ്രഗിനെ കൺട്രോൾ ചെയ്യാനോ ഡ്രഗ് അഗൈൻസ്റ്റ് വാറോ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ, നീ ഇന്നേ വരെ ഈ ഡ്രഗ് ഉണ്ടാക്കുന്ന MDMA ഉണ്ടാക്കുന്ന ഒരു ലാബ് ഒരുത്തം പോലും കണ്ടുപിടിച്ചിട്ടില്ല. മാസ് പ്രൊഡക്ഷൻ നടക്കുന്ന വളരെ കുറച്ച് സ്ഥലങ്ങൾ, ഏതോ നീഗ്രോനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. 1-2 പേരെ പിടിച്ച് കാണും ഇത്രയും മരുന്നെടുത്ത്, കിലോ കണക്കിന് ഇറങ്ങുന്നിടത്ത്. കഞ്ചാവിൻ്റെ തോട്ടം ഇവർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആണെങ്കിൽ തോട്ടക്കാരനെ പിടിച്ചിട്ടുണ്ടോ? എല്ലാം വേണ്ട, അതിനെ തൊട്ടപ്പുറത്തെ ഹോൾസെയിൽ ഡീലറെ പിടിച്ചിട്ടുണ്ടോ? ഇവിടെ പാവപ്പെട്ടവൻ 10,000 രൂപ എടുക്കാനില്ലാത്തവനൊക്കെ കൂടെ ആയിട്ട് കച്ചവടം നടത്തുമ്പോൾ അവനെ പിടിച്ച് റോഡിൽ നിർത്തി ആ ബോണറ്റിന് മുന്നോട്ട് തുറന്നു വെച്ചിട്ട് വീഡിയോ എടുത്ത് നാറ്റിച്ചിട്ട് ഇവിടെ കഞ്ചാവായിട്ട് നടക്കുക, ഇവിടെ സമൂഹം നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സൈസ് പറഞ്ഞ് കാണിക്കരുത്. പിടിക്കുവാണെങ്കിൽ എസ്കോബാറിനെ പിടിക്കണം. അതെ, എടാ ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, എക്സൈസിന്റെയും നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി എല്ലാം വീഴ്ചയാണ്. അവര് ഇവിടെ ഈ നടന്ന് വീട് തോറും കയറുന്ന, നീ റോഡിൽ നിന്നാൽ മതിയല്ലോ, അല്ലെ ട്രെയിനിൽ ഇറങ്ങുന്നിടത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടാ പോരെ. എന്തിനാ ഈ വീട് മൊത്തം കയറി നടക്കുന്ന ഈ സ്ക്വാഡുകാര്? അത് വേറൊരു കോമഡി. അതെന്തിനാ ഒരു വീട്ടിൽ നിന്ന് ചെയ്യാൻ പാടില്ല? അവർക്ക് റോഡുണ്ട്, ഈ വരുന്ന വഴിക്കാ പിടിക്കണ്ടേ, അല്ലാതെ ഇനി വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിടിക്കൊന്നും വേണ്ടത്, മനസ്സിലായില്ലോ? ചെയ്യണ്ടേ, അവൻ ഇറങ്ങുവാണ് പിടിക്കും, പിന്നെ പിടിക്കും. എന്ന് വെച്ചാൽ അതിനപ്പുറത്തുനിന്ന് അവിടെ തൊട്ട് ഇവിടെ വരെ പിടിക്കണ്ടെന്ന്, ഇതിനകത്ത് വരുമ്പോ പിടിക്കാൻ. എന്നാ പിന്നെ ഓരോരുത്തർ വന്ന് ഓരോ വീട്ടിൽ താമസിക്കുക അല്ലേ? ഓരോ പോലീസുകാരും ഓരോ വീട്ടിൽ താമസിക്കുന്നു, അപ്പൊ എളുപ്പമാണ്. ശരിയാ, ഒരു പോലീസുകാരൻ ഒരു വീട്ടിൽ ഒരു പോലീസുകാരൻ, നമുക്കൊന്ന് നമ്മുടെ വീട്ടിൽ ഒരു പോലീസുകാരൻ. ലോഡ്ജിൽ പിടിച്ചാലും ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചാലും കെട്ടിടത്തിന്റെ ഉടമ ആരാണോ അയാൾക്കെതിരെ കേസ് വരും. അതെന്താണെന്നറിയോ, ഈ പിടിക്കുന്നവന്മാരെ കാശില്ലേ, ആ ഉടമയുടെ മേടിക്കാമല്ലോ, എന്നിട്ട് പെറ്റി അടപ്പിക്കുക, അങ്ങനത്തെ പരിപാടികൾ കേസിൽ കൊടുക്കാം. എന്തിനു നല്ല പരിഷ്കരണ ഓരോ മാർഗങ്ങൾ, കാശുണ്ടാക്കാൻ ഓരോ വഴി കണ്ടുപിടിക്കുന്നവരുണ്ടല്ലോ. പിന്നില്ലാതെ റോഡിൽ നിന്ന് പിടിച്ചാൽ PWDക്കെതിരെ കേസാ. ഒരുപാട് ഒരു ബോധവൽക്കരണ രീതിയിൽ തന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന
പിന്നെ അയ്യോ ഇവിടെ ഡെന്നിസ് ഫ്രീമാനും. വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞല്ലോ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന കാര്യം കാലാകാലങ്ങളായി പറഞ്ഞിട്ടും ആ മതത്തിനെ ഒന്ന് ബാൻ കറുപ്പ് അവിടെ ഉപയോഗിച്ച് എനിക്ക് വേണ്ട. കറുപ്പല്ല, എന്നാ വെളുപ്പ്. മതം മനുഷ്യനെ മയക്കുന്ന കറക്റ്റ്. എടോ എന്ത് പ്രാസം ഉണ്ടെന്ന് നോക്കി. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറയുന്ന രസമില്ല. പക്ഷെ അത് അത് വേണ്ട, അത് വേണ്ട. നമുക്ക് വേണ്ടത് മതം മനുഷ്യനെ മയക്കുന്ന MDMA പക്ഷെ മയക്കത്തിൽ ഉണർത്തുക ചെയ്യുന്നത്. മയക്കുമരുന്ന് മതം മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്ന് മതം ഒരു മയക്കുമരുന്ന് ഇത്ര മതിയല്ലോ. മതം മയക്കുമരുന്ന് മതം മനുഷ്യൻ അത്രയൊന്നും വേണ്ട. മതം മനുഷ്യൻ മയക്കുമരുന്ന്. ഓക്കെ അല്ലേ? അത് കേക്ക്. അതിനെ ബാൻ ചെയ്യണം. ഇവിടെ അത്രയും കലാപമൊന്നും ഒരിടത്തും ഇവിടെ ഒരുത്തിനും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഒന്നോ രണ്ടോ തള്ളേ നന്ദയൊക്കെ തല്ലിക്കൊന്നും അല്ലാതെ തമ്മി തല്ലി 100,000 പേരൊന്നും ചത്തിട്ടില്ല. കലാപാഹനം ഞാൻ ആലാപത്തിന് ആഹ്വാനം ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിതിരെ കേസുള്ളതാണ്. അതിനകത്ത് MDMA ഉണ്ടെന്നൊക്കെ എന്റെ അതിനകത്ത് എവിടെ നിന്ന് കിട്ടാൻ ഇതൊക്കെ എന്തോ അവസ്ഥയാണ് ഇതൊക്കെ. അവരോട് ഞാൻ ആലോചിക്കുവാന്ന് ശരിക്കും പറഞ്ഞാൽ അവര് അവിടെ നിർത്തി അത് മുഴുവൻ തപ്പിച്ചിട്ടൊക്കെ വിട്ടാൽ പിന്നെ ഇവർക്ക് സംശയം. അത് നോക്ക്, നിങ്ങൾ മര്യാദക്ക് നോക്കിയാൽ തപ്പിട്ട് മര്യാദക്ക് മൊത്തം തപ്പിട്ട് പോയാൽ മതി. അതെ ശരിയല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. ചിലര് പറയുന്നത് കേട്ടു. എന്നോട് ഒത്തിരി പേര് വന്ന് പറഞ്ഞാ ഇവര് വെക്കുമെന്ന്, ഇവര് എന്നിട്ട് പിടിപ്പിക്കുമെന്നൊക്കെ. അതെന്താ അങ്ങനെ പറ്റുന്നേ? അങ്ങനെയൊക്കെ പറ്റും. ഇത് ഇന്ത്യയാണ് ആണല്ലേ? ഭയങ്കര അതൊക്കെ ഉണ്ട്. തോക്കേസിന്റെ പരിപാടിയൊക്കെ കണ്ടല്ലോ. റെഡിയാക്കാതെ അത് വേറെ വരുന്നുണ്ട്. അത് നമുക്ക് ശരിയാക്കാം. കഴിഞ്ഞു. മറ്റേ ഉണ്ടംപൊരിയും പോണ്ടേ അത് തീരുമാനമായിട്ട് ചായം പരിപ്പൂടയും കുടിച്ചിട്ട് നമുക്ക് പിരിയാം. ലാൽ സലാം. താങ്ക് യു.